അത് മുട്ടിയാന നാട്ടിലിറങ്ങിയാൽ എത്ര അക്രമം ഉണ്ടാക്കുമോ നിന്നെ പോലെ. പ്രകൃതിക്ക് വിരോധമായി നിന്നെ കൊണ്ടുള്ള ശല്യം അധികമായിരിക്കും. പ്രേതാത്മാക്കളും ദുഷ്ടശക്തികളും എപ്പോഴും ഞങ്ങളാണ് ജയിക്കുമെന്ന് വിചാരിക്കും. അത് നടക്കില്ല. ആ മുക്കണ്ണന്റെ ശക്തിക്ക് മുന്നിൽ തോറ്റു നശിച്ചു പോകും നിങ്ങൾ. നീ അഭിനയിക്കുന്ന നാടകത്തിൽ ഇതാണ് അവസാനം. ഓം ഹര 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 ശംഭോ ദേവ രക്ഷ രക്ഷ. ഈ ലോകത്തിൽ നിന്റെ അവസാന ദിവസം. ഇതാണ് നിന്റെ അവസാന ശ്വാസവും. ഓം ഹര 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 പ്രേതം വിനാശകായ. നമഃ ശിവായ. അടങ്ങിയിരുന്നവളെ എഴുന്നേൽപ്പിച്ചു. മിണ്ടാതെ ഇരുന്നപ്പോ വീണ്ടും വീണ്ടും മുറിവേൽപ്പിച്ചു. ഞാൻ മൗനം പാലിച്ചു. എന്നെ മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ഞാൻ ഒന്നും ചെയ്യില്ലായിരുന്നു. എന്റെ കുട്ടിയുടെ കാര്യത്തിൽ തലയിട്ടോ നിന്റെ തൊണ്ടയിൽ നിന്നും ഈ ശബ്ദം വരുന്നതിന് മുമ്പേ നിന്നെ ഞാൻ കൈലാസത്തിലേക്ക് പറഞ്ഞു വിടുപടി. നീ എന്തിനാ വന്നേ പറ. നിനക്കറിയണല്ലേ? നിനക്കറിയണല്ലേ? എന്റെ പേര് കുന്തി. എന്റെ ഈ ദേഹത്ത് കിടക്കുന്ന എന്റെ സ്വന്തം കുഞ്ഞിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു രക്ഷിക്കുമായിരുന്നു. തുടക്കത്തിലെ നീ എന്നെ ചുട്ട് ചാമ്പലാക്കി. എന്നാൽ ആ കടൽ കിഴവൻ പിന്നെയും നീ എന്റെ കൈകൊണ്ട് ചാവണമെന്ന് തീരുമാനിച്ചു. ഞാൻ ബുദ്ധിമുട്ടിയാലും എന്റെ ഈ കുഞ്ഞ് ബുദ്ധിമുട്ടിയാലും നിന്നെ ഞാൻ നരകത്തിലേക്ക് അയച്ചിരിക്കും. നരകത്തെ നീ എന്നെ കാണിക്കുന്നു, ഞാൻ നിന്നെ കാണിക്കാവടി. നിന്റെ ഈ നശിച്ച ബുദ്ധിയും നശിപ്പിക്കാനുള്ള ആസക്തിയും എന്നേക്കുമായി നശിപ്പിക്കും ഞാൻ. നശിപ്പിക്കല്ലേ? എന്നെ നശിപ്പിക്കണമെന്ന് കരുതിയ ആ മുത്തശ്ശി കാശിക്ക് പോയിന്ന് കരുതിയോ? ഞാൻ അവരെ കൈലാസത്തിലേക്കാണ് അയച്ചത്.
മുത്തശ്ശി. നീ എന്റെ മോളെ ഇവിടെ ഇങ്ങോട്ട് പോവാ. അപ്പോഴേ പറഞ്ഞല്ലോ കാശിക്ക് പോവാണെന്ന്. അവിടെ നീ എന്ത് ചെരക്കാനടി? എന്താണ് വൃത്തികളെല്ലാം പറയുന്നത്? ചുടുകാട്ടിലേക്ക് പോകുന്ന പ്രായത്തില് കാശിക്ക് പോകുന്നത് നിർബന്ധ? നിനക്ക് എന്താണ് ശൈലു? നിനക്ക് എന്താണ് ഭ്രാന്ത് പിടിച്ചോ? നിന്നെ കാശിക്കല്ല, നേരെ കൈലാസത്തിലേക്കാണ് അയക്കുന്നത്. അവരെ കൈലാസത്തിൽ അയച്ചു എന്ന് പറഞ്ഞ് സന്തോഷിക്കേണ്ട നീ, നിന്നെയും നിന്റെ ഈ നശീകരണ ശക്തിയെയും ഈ വീട്ടിനുള്ളിൽ വെച്ച് തന്നെ നശിപ്പിക്കും ഞാൻ. എന്റെ ശക്തി എന്തെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. കുന്തി, നീ എവിടെ ഒളിച്ചിരുന്നാലും നിന്നെയും നിന്റെ മകൾ രാക്ഷസിയെയും ഓടിച്ചിട്ട് കൊല്ലും ഞാൻ. പോയി ഒരു പാത്രത്തിൽ അരി എടുത്തിട്ട് വാ. കുഞ്ഞിനെ ഇതാ സ്വാമി ഹരി. നമഃശിവായ. ഓം ദക്ഷിണേ രക്ഷിണേ നമഃശിവായ. ദുഷ്ടശക്തികളെ കാണിക്കൂ, ദുഷ്ടശക്തികളെ കാണിക്കൂ. കമേ. ഓം നമഃശിവായ. നീ ഇവിടെ ഒളിച്ചിരിക്കുവാണോ? നീ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ ഇപ്പൊ ഇവിടെ വന്നില്ലെങ്കിൽ എന്റെ തനി സ്വരൂപത്തെ കാണേണ്ടി വരും. ഓം നമഃശിവായ. ഓം കാളി. എന്താ ഓടി ഓടി ഒളിക്കുന്നേ? ഓം നമഃശിവായ. ശിവായ. മഹാകാളി. നിന്റെ മകളെ വിളിക്ക്. എവിടെയാ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നേ? നിന്റെ മുമ്പിൽ വെച്ച് തന്നെ അവളെ നശിപ്പിക്കും. ഏയ് കുട്ടിപ്പിശാചേ, നീ മര്യാദയ്ക്ക് വെളിയിൽ വന്നില്ലെങ്കിൽ നിന്റെ അമ്മയെ എന്തു വെണ്ടീറാക്കി കളയും. നീ വരത്തില്ലല്ലേ? ശരി, ഇപ്പൊ കണ്ടോ? കണ്ടോ? നീ വേദന എന്താണെന്ന് നീ അറിയുന്നുണ്ടോ?
എന്റെ അമ്മയൊന്നും ചെയ്യല്ലേ, വിട്ടേക്ക്, ഞാൻ വരാം. വാ വരാൻ വാ. നിൽക്ക്. നീ വന്നാ മാത്രം പോരാ. നിന്റെ അമ്മയെ ഒന്നും ചെയ്യണ്ടെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം കേൾക്കണം. നിന്റെ ജന്മസ്ഥാനം, ഗർഭസ്ഥാനം എവിടെ ഇരിക്കുന്നുവോ അവിടേക്ക് നീ പോയി മാഞ്ഞു പോകണം. പോകാം, എന്റെ അമ്മയൊന്നും ചെയ്യാതിരുന്നാ മതി. അപ്പൊ ഉടനെ പോ. ഞാൻ കൊടുത്ത ശിക്ഷ പ്രകൃതിക്ക് വിരോധമാണെങ്കിലും മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി ഇത് ചെയ്തേ മതിയാകൂ. പൊറുക്കണേ മഹാദേവ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. നമഃ ശിവായ. ഓം നമഃ ശിവായ. 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 നിന്റെ കുട്ടിയെയും ചേർത്ത് നിന്നെ കുപ്പിയിലടച്ച് ഞാൻ നിങ്ങളെ കടലിൽ കൊണ്ടുപോയി കലക്കാൻ പോകുന്നു.